അധ്യായം 31. ലുക്മാൻ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 34. ഈ അധ്യായത്തിലെ രണ്ടാം ഖണ്ഡികയിൽ ലുക്മാൻ തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങൾ ഉദ്ധരിക്കുന്നു. അതിനാലാണ് ഇതിന് ലുക്മാൻ എന്ന നാമം ലഭിച്ചത്. പ്രവാചകൻ മക്കയിൽ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചതോടെ അവിടെ നിലനിന്നിരുന്ന എല്ലാവിധ തിന്മകൾക്കും കാവലിരുന്നവർ നബിയെ എതിർക്കാൻ തുടങ്ങി. അവർ പ്രവാചകനും അനുയായികൾക്കുമെതിരെ അക്രമത്തിന്റെ മാർഗം സ്വീകരിച്ച ഘട്ടത്തിലാണ് ഇത് അവതീർണമായത്. ഏകദേവത്വത്തിന്റെ സത്യതയും മഹത്വവും യുക്തിയും വ്യക്തമാക്കുന്നതാണ് ഇതിലെ ഉള്ളടക്കം. ബഹുദൈവത്വത്തിന്റെ നിരർത്ഥകത വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തത്വജ്ഞാനിയായ ലുക്മാന്റെ ഉപദേശങ്ങൾ ഉദ്ധരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. യുക്തിപൂർണമായ ഗ്രന്ഥത്തിലെ വചനങ്ങളാണിത്. സച്ചരിതർക്കിതൊരനുഗ്രഹമാണ്, വഴികാട്ടിയും. അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരാണ്, സക്കാത്ത് നൽകുന്നവരാണ്, പരലോകത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്നവരും. അവർ തങ്ങളുടെ നാഥനിൽ നിന്നുള്ള നേർവഴിയിലാണ്, വിജയികളും അവർ തന്നെ. ജനങ്ങളിൽ അനാവശ്യ വർത്തമാനം വിലയ്ക്ക് വാങ്ങുന്ന ചിലരുണ്ട്. ഒരു വിവരവുമില്ലാതെ മനുഷ്യരെ ദൈവമാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയാൻ വേണ്ടിയാണിത്. ദൈവമാർഗത്തെ പുച്ഛിച്ചു തള്ളാനും അത്തരക്കാർക്കാണ് നന്നേ നിന്ദ്യമായ ശിക്ഷയുള്ളത്. അവരിലൊരുവനെ നമ്മുടെ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചാൽ അഹങ്കാരത്തോടെ തിരിഞ്ഞു നടക്കും. അങ്ങനെയൊന്ന് കേട്ടിട്ടുപോലുമില്ലാത്ത വിധം അവന്റെ ഇരു കാതുകളിലും അടപ്പുള്ള പോലെ. അതിനാൽ അവനെ നോവേറിയ ശിക്ഷയെ സംബന്ധിച്ച ശുഭവാർത്ത അറിയിക്കുക. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഉറപ്പായും അനുഗ്രഹപൂർണമായ സ്വർഗീയാരാമങ്ങളുണ്ട്. അവരവിടെ സ്ഥിരവാസികളായിരിക്കും. അല്ലാഹുവിന്റെ അലംഘനീയമായ വാഗ്ദാനമാണിത്. അവൻ ഏറെ പ്രതാപിയും യുക്തിമാനുമാണ്. നിങ്ങൾക്കു കാണാൻ കഴിയുന്ന തൂണുകളൊന്നുമില്ലാതെ അവൻ ആകാശങ്ങളെ സൃഷ്ടിച്ചു. ഭൂമിയിൽ ഊന്നിയുറച്ച പർവ്വതങ്ങളുണ്ടാക്കി. ഭൂമി നിങ്ങളെയും കൊണ്ട് ഉലഞ്ഞു പോകാതിരിക്കാൻ അതിലവൻ സകലയിനം ജീവജാലങ്ങളെയും വ്യാപിപ്പിച്ചു. മാനത്തുനിന്ന് മഴ പെയ്യിച്ചു. അതുവഴി ഭൂമിയിൽ നാം സകലയിനം മികച്ച സസ്യങ്ങളെയും മുളപ്പിച്ചു. ഇതൊക്കെയും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. എന്നാൽ അവനല്ലാത്തവർ സൃഷ്ടിച്ചത് ഏതെന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. അല്ല, അക്രമികൾ വ്യക്തമായ വഴികേടിൽ തന്നെയാണ്. ലുക്മാന് നാം തത്വജ്ഞാനം നൽകി. അദ്ദേഹത്തോട് നാം ആവശ്യപ്പെട്ടു, നീ അല്ലാഹുവിനോട് നന്ദി കാണിക്കുക. ആരെങ്കിലും നന്ദി കാണിക്കുന്നുവെങ്കിൽ സ്വന്തം നന്മയ്ക്കു വേണ്ടി തന്നെയാണ് അവനത് ചെയ്യുന്നത്. ആരെങ്കിലും നന്ദികേട് കാണിക്കുകയാണെങ്കിലോ അറിയുക, തീർച്ചയായും അല്ലാഹു അന്യാശ്രയമില്ലാത്തവനും സ്തുത്യർഹനുമാണ്. ലുക്മാൻ തന്റെ മകനെ ഉപദേശിക്കവേ ഇങ്ങനെ പറഞ്ഞതോർക്കുക. എന്റെ കുഞ്ഞുമോനെ, നീ അല്ലാഹുവിൽ പങ്കുചേർക്കരുത്. അങ്ങനെ പങ്കുചേർക്കുന്നത് കടുത്ത അക്രമമാണ്. തീർച്ച മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യനെ നാം ഉപദേശിച്ചിരിക്കുന്നു. അവന്റെ മാതാവ് മേൽക്കുമേൽ ക്ഷീണം സഹിച്ചാണ് അവനെ ഗർഭം ചുമന്നത്. അവന്റെ മുലകുടി നിർത്തലോ 2 കൊല്ലം കൊണ്ടുമാണ്. അതിനാൽ നീ എന്നോട് നന്ദി കാണിക്കുക, നിന്റെ മാതാപിതാക്കളോടും. എന്റെ അടുത്തേക്കാണ് നിന്റെ തിരിച്ചുവരവ്. നിനക്കൊരറിവുമില്ലാത്ത വല്ലതിനെയും എന്റെ പങ്കാളിയാക്കാൻ അവരിരുവരും നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ അക്കാര്യത്തിൽ അവരെ നീ അനുസരിക്കരുത്. എന്നാലും ഇഹലോകത്ത് അവരോട് നല്ല നിലയിൽ സഹവസിക്കുക. എന്നിലേക്ക് പശ്ചാത്തപിച്ചവന്റെ പാത പിന്തുടരുക. അവസാനം നിങ്ങളുടെയൊക്കെ മടക്കം എന്നിലേക്കു തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റി നിങ്ങളെ വിവരമറിയിക്കും. എന്റെ കുഞ്ഞുമോനെ,
കർമ്മം കടുകുമണി തൂക്കത്തോളമാണെന്ന് കരുതുക. എന്നിട്ട് അതൊരു പാറക്കല്ലിനുള്ളിലോ ആകാശഭൂമികളിലെവിടെയെങ്കിലുമോ ആണെന്ന് വെക്കുക. എന്നാലും അല്ലാഹു അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. നിശ്ചയമായും അല്ലാഹു സൂക്ഷ്മജ്ഞനും അഗാധജ്ഞനുമാണ്. എന്റെ കുഞ്ഞുമോനെ, നീ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക. നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, വിപത്തു വന്നാൽ ക്ഷമിക്കുക. ഇവയെല്ലാം ഉറപ്പായും ഊന്നിപ്പറയപ്പെട്ട കാര്യങ്ങളാണ്. നീ ജനങ്ങളുടെ നേരെ മുഖം കോട്ടരുത്. പൊങ്ങച്ചത്തോടെ ഭൂമിയിൽ നടക്കരുത്. അഹന്ത നടിച്ചും പൊങ്ങച്ചം കാണിച്ചും നടക്കുന്ന ആരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. തീർച്ച. നീ നിന്റെ നടത്തത്തിൽ മിതത്വം പുലർത്തുക. ശബ്ദത്തിൽ ഒതുക്കം പാലിക്കുക. തീർച്ചയായും ഒച്ചകളിലേറ്റം അരോചകം കഴുതയുടെ ശബ്ദം തന്നെ. നിങ്ങൾ കാണുന്നില്ലേ, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത്? ഒളിഞ്ഞതും തെളിഞ്ഞതുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അവൻ നിറവേറ്റിത്തന്നതും. എന്നിട്ടും വല്ല വിവരമോ മാർഗദർശനമോ വെളിച്ചമേകുന്ന ഗ്രന്ഥമോ ഒന്നുമില്ലാതെ അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ ജനങ്ങളിലുണ്ട്. അല്ലാഹു ഇറക്കിത്തന്നതിനെ പിൻപറ്റുക എന്ന് അവരോട് ആവശ്യപ്പെട്ടാൽ അവർ പറയും, അല്ല, ഞങ്ങളുടെ പൂർവപിതാക്കൾ ഏതൊരു മാർഗത്തിൽ നിലകൊള്ളുന്നതായാണോ ഞങ്ങൾ കണ്ടിട്ടുള്ളത്, ആ മാർഗമാണ് ഞങ്ങൾ പിൻപറ്റുക. കത്തിക്കാളുന്ന നരകത്തീയിലേക്കാണ് പിശാച് അവരെ നയിക്കുന്നതെങ്കിൽ അതും അവർ പിൻപറ്റുമെന്നോ? ആരെങ്കിലും സച്ചരിതനായി സ്വന്തത്തെ അല്ലാഹുവിന് സമർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും അയാൾ മുറുകെ പിടിച്ചത് ഏറ്റവും ഉറപ്പുള്ള പിടിവള്ളിയിൽ തന്നെയാണ്. കാര്യങ്ങളുടെയൊക്കെ പര്യവസാനം അല്ലാഹുവിന്റെ സന്നിധിയിലാണ്. ആരെങ്കിലും സത്യത്തെ തള്ളിപ്പറയുന്നുവെങ്കിൽ അയാളുടെ സത്യനിഷേധം നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. അവരുടെ മടക്കം നമ്മുടെ അടുത്തേക്കാണ്. അപ്പോൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി നാം അവരെ വിവരമറിയിക്കും. നെഞ്ചകത്തുള്ളതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. അല്പകാലം നാം അവരെ സുഖിപ്പിക്കുന്നു, പിന്നീട് നാം അവരെ കൊടും ശിക്ഷയിലേക്ക് തള്ളിവിടും. ആകാശഭൂമികളെ പടച്ചതാരെന്ന് ചോദിച്ചാൽ അവർ പറയും, അല്ലാഹുവെന്ന്. പറയുക, സർവസ്തുതിയും ആ അല്ലാഹുവിനാണ്. എന്നാൽ അവരിലേറെ പേരും അത് മനസ്സിലാക്കുന്നില്ല. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിന്റേതാണ്. തീർച്ചയായും അല്ലാഹു സ്വയം പര്യാപ്തനാണ്, സ്തുത്യർഹനും. ഭൂമിയിലുള്ള മരങ്ങളൊക്കെയും പേനയാവുക, സമുദ്രങ്ങളെല്ലാം മഷിയാവുക, വേറെയും 7 സമുദ്രങ്ങൾ അതിനെ പോഷിപ്പിക്കുക. എന്നാലും അല്ലാഹുവിന്റെ വചനങ്ങൾ എഴുതി തീർക്കാനാവില്ല. അല്ലാഹു പ്രതാപിയും യുക്തിമാനും തന്നെ. തീർച്ച. നിങ്ങളെ സൃഷ്ടിക്കലും ഉയിർത്തെഴുന്നേൽപ്പിക്കലും ഒരൊറ്റയാളെ അങ്ങനെ ചെയ്യും പോലെ തന്നെയാണ്, സംശയമില്ല. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. തീർച്ചയായും അല്ലാഹു രാവിനെ പകലിൽ കടത്തിവിടുന്നു, പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നു. അവൻ സൂര്യചന്ദ്രന്മാരെ അധീനപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം ഒരു നിശ്ചിത അവധി വരെ ചരിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. ഇതൊന്നും നിങ്ങൾ കണ്ടറിയുന്നില്ലേ? അതിനൊക്കെ കാരണമിതാണ്. നിശ്ചയമായും അല്ലാഹു മാത്രമാണ് പരമമായ സത്യം. അവനൊഴികെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതെല്ലാം മിഥ്യയാണ്. അല്ലാഹു തന്നെയാണ് ഉന്നതനും മഹാനും. നീ കാണുന്നില്ലേ, കടലിൽ കപ്പൽ സഞ്ചരിക്കുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹത്താലാണെന്ന്? അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നിങ്ങളെ കാണിക്കാനാണിത്. നന്നായി ക്ഷമിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുന്ന ഏവർക്കും ഇതിൽ ധാരാളം തെളിവുകളുണ്ട്. മലകൾ സമാനം തിരമാല അവരെ മൂടിയാൽ തങ്ങളുടെ വിധേയത്വം
തീർത്തും അല്ലാഹുവിന് മാത്രം സമർപ്പിച്ച് അവനോട് അവർ പ്രാർത്ഥിക്കുന്നു. എന്നാൽ അവരെ അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ അവരിൽ ചിലർ മര്യാദ പുലർത്തുന്നവരായിരിക്കും. കൊടും ചതിയന്മാരും നന്ദി കെട്ടവരുമല്ലാതെ നമ്മുടെ തെളിവുകളെ തള്ളിപ്പറയുകയില്ല. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുക. ഒരു പിതാവിനും തന്റെ മകന് ഒരുപകാരവും ചെയ്യാനാവാത്ത, ഒരു മകനും തന്റെ പിതാവിന് ഒട്ടും പ്രയോജനപ്പെടാത്ത ഒരു നാളിനെ നിങ്ങൾ ഭയപ്പെടുക. നിശ്ചയമായും അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അതിനാൽ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഒരു കൊടും ചതിയനും അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ആ അന്ത്യസമയം സംബന്ധിച്ച അറിവ് അല്ലാഹുവിങ്കൽ മാത്രമാണുള്ളത്. അവൻ മഴ പെയ്യിക്കുന്നു, ഗർഭാശയങ്ങളിലുള്ളതെന്തെന്ന് അറിയുന്നു. നാളെ താൻ എന്തു നേടുമെന്ന് ആർക്കും അറിയില്ല. ഏതു നാട്ടിൽ വെച്ചാണ് മരിക്കുകയെന്നും അറിയില്ല. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞനും.